ഹലോ, ഇന്ന് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. അതിൽ ആദ്യത്തേതാണ് അവേർഷൻ തെറാപ്പി. അവേർഷൻ തെറാപ്പി ഒരു സൈക്കോളജി സ്റ്റുഡൻറ്റ് എന്തായാലും കേട്ടിട്ടുണ്ടാവും അവേർഷൻ തെറാപ്പി അല്ലേ. അത് മെയിനായിട്ട് ആർക്ക് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആൽക്കഹോൾ അഡിക്ഷനുള്ള ആളുകളാണ് നമ്മൾ മെയിനായിട്ട് അവേർഷൻ തെറാപ്പി കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കും, പക്ഷേ ഒരു ക്ലിനിക്കൽ സെറ്റിങ്ങിൽ മെയിനായിട്ട് അവേർഷൻ തെറാപ്പി കൊടുക്കുന്നത് ആൽക്കഹോൾ, ഡ്രഗ് അങ്ങനത്തെ അഡിക്ഷൻസ് ഉള്ള ആളുകളിലാണ്. അപ്പോൾ ഈ ഒരു തെറാപ്പിയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണല്ലോ ഈ ഡ്രഗ്സ്, ആൽക്കഹോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു അഡിക്ഷനായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് അതിൻ്റെ ഇപ്പോൾ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതുവഴി അവർക്ക് എന്തുണ്ടാവും, ഒരു വൊമിറ്റേഷൻ, ടെംപ്റ്റേഷൻ അങ്ങനെ അല്ലെങ്കിൽ നൗസിയ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനൊപ്പം ഉണ്ടാവും ഇത് റിപ്പീറ്റഡ്ലി പെയർ ചെയ്യുന്നത് വഴി. അങ്ങനെ റിപ്പീറ്റഡ്ലി പെയർ ചെയ്ത് ലാസ്റ്റിൽ അവർക്ക് ആൽക്കഹോൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ് കാണുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു ഫീല് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അവർക്ക് ആൽക്കഹോളിനോടുള്ള ആ ഒരു ക്രേവിങ് കുറഞ്ഞു കിട്ടും. ഇത് റിപ്പീറ്റഡ്ലി അങ്ങനെ ചെയ്ത് മെല്ലെയാണ് ആ ഒരു അഡിക്ഷൻ നമ്മൾ ഇല്ലാതാക്കുന്നത്. ഇത് ചെയ്യുന്നത് പല രീതിയിൽ ചെയ്യും. ആൽക്കഹോളിൽ തന്നെ അങ്ങനെയുള്ള ഒരു നൗസിയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഡ്രഗ് ആഡ് ചെയ്തുകൊണ്ടും ചെയ്യും. അതുപോലെ തന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടും ഇത് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. കണ്ണടച്ചുകൊണ്ട് ആൽക്കഹോൾ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആൽക്കഹോളിൻ്റെ സ്മെല്ല് ആ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ബാഡ് സ്മെല്ലും കൂടെ ആഡ് ചെയ്ത് അതും കൂടെ വെച്ചുകൊണ്ട് ഈ ആൽക്കഹോളിൻ്റെ കുപ്പിയും ഈ ബാഡ് സ്മെല്ല് വരുന്ന കുപ്പിയും കൂടെ ഒരുമിച്ചും ചെയ്ത് അങ്ങനെ പെയർ ചെയ്തുകൊണ്ടും ഇത് ചെയ്യും. അല്ലെങ്കിൽ ആൽക്കഹോള് അങ്ങനെ ഒരു ബാഡ് സ്മെല്ല് വരുന്ന രീതിയിലുള്ള ഒരു ഡ്രഗ് ആഡ് ചെയ്തുകൊണ്ട് അത് കുടിക്കാൻ കൊടുക്കുന്ന രീതിയിലും ഇത് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തൊരു ആപ്ലിക്കേഷനാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. അതിന് വേറൊരു പേരാണ് ഗ്രാജുവേറ്റഡ് എക്സ്പോഷർ തെറാപ്പി. ഈ ഒരു തെറാപ്പി കൊണ്ടുവന്നത് ജോസഫ് വോൾപ്പാണ്. ഇത് വളരെ ഒരു പേര് കേട്ടൊരു തെറാപ്പി എന്ന് പറയാം. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആങ്സൈറ്റി ഉള്ള ആളുകളിൽ നമ്മളൊരു വലിയ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത്. ഫോബിയ, ആങ്സൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ വഴി മാറ്റാനായിട്ട് പറ്റും. ഇത് പേഷ്യൻസിൻ്റെ ആ ഒരു സിവിയറിറ്റി അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആങ്സൈറ്റിയുടെ ഹൈറാർക്കി അനുസരിച്ചിട്ട് ഏറ്റവും ചെറിയ ആങ്സൈറ്റി എന്തിൽ നിന്നാണോ ഉണ്ടാകുന്നത് അത് മുതൽ പിന്നെ വലിയ ആങ്സൈറ്റി ഏതിലേക്ക് എത്തുന്നത് ആ ഒരു ഹൈറാർക്കി ഉണ്ടാക്കിപ്പിച്ചിട്ട്, ഇപ്പോൾ പാമ്പിനെ പേടിയുള്ള ആളുകളാണെങ്കിൽ ആദ്യം തന്നെ പാമ്പിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയല്ല, പക്ഷേ പാമ്പിൻ്റെ ഒരു ഫോട്ടോ ആയിരിക്കും, അതും പേടിയുള്ള ഒരാളായിരിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും ചെറിയൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഹൈറാർക്കി ഉണ്ടാക്കിയിരിക്കും. അതിനുശേഷം ഓരോന്നായിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ലൂടെ ആളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് അപ്പോൾ ആൾക്കൊരു പേടി ഉണ്ടാവും. ആ ഒരു പേടി ഉണ്ടാകുന്ന ടൈമിൽ റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കും. അങ്ങനെ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു പെയറിങ് വഴിയാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പെയർ ചെയ്തിട്ട് മെല്ലെ നമുക്ക് ആ ഒരു ആങ്സൈറ്റി, ആ ഒരു ഫോബിയ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.